അല്ല പതുക്കെ. മുത്തശ്ശിയും കുഞ്ഞമ്മയും ഇതെന്താ പെട്ടെന്ന് ഇറങ്ങിയേ? ഞങ്ങള് വിചാരിച്ചത് വൈകിട്ടേ പോകുന്ന. അതെ, തറവാട്ടിലെ തമ്പായിയുടെ വക പണിക്കാർക്ക് സദ്യ മറ്റും ഒരുക്കിയിട്ടുണ്ട്. അവര് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അങ്ങോട്ടെത്തണം. അവരൊക്കെ അവിടെ ഉണ്ട്. വന്ന സ്ഥിതിക്ക് അവർക്കൊക്കെ ഒരു കൈനീട്ടം കൊടുക്കണ്ടേ മോനെ? അമ്മയ്ക്കതൊക്കെ നിർബന്ധ. അല്ല, നിങ്ങളൊക്കെ എപ്പോഴാ തറവാട്ടിലേക്ക് വരുന്നേ? ഞങ്ങൾ എപ്പോഴേ വരാൻ റെഡിയാ. അമ്പലത്തിൽ ഉത്സവം കഴിയാതെ അച്ഛന് വരാൻ പറ്റില്ല. അത് 2 ദിവസമല്ലേ ഉള്ളൂ. അടുത്ത ആഴ്ച ഞങ്ങൾ വരാം. അമ്മയോടും പാർവതിയോടും ഒക്കെ ആലോചിച്ച് എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. മക്കൾക്കൊക്കെ അവകാശപ്പെട്ടത് അവർക്ക് നേരത്തെ തന്നെ അങ്ങോട്ട് ഭാഗം വെച്ച് കൊടുത്താ അവരുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്യാലോ. അല്ല, ഈ രഘുവിനും വിനയനും പിന്നെ ശബരിക്കും ഒക്കെ ബിസിനസ്സിലാണ് താല്പര്യം. അവർക്കതൊക്കെ വിപുലീകരിക്കണമെന്ന് താല്പര്യമുണ്ട്. അമ്മ അവരെയൊക്കെ നോക്കുന്നേ അല്ലേ അമ്മേ? അവര് വരും. അവരൊക്കെ എവിടെയെന്നല്ലേ? അവരൊക്കെ ഇവിടെ ഇല്ലേ? ഇവിടെ തന്നെ ഉണ്ട്. അവരൊക്കെ ഉമ്മറത്തുണ്ട് മുത്തശ്ശി. അല്ല, ദയമോൾ എവിടെ? കുഞ്ഞു കരഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോയിരിക്കുക. ഓ, തറവാടിന്റെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങള് അനന്തേട്ടനോടും മക്കളോടും സംസാരിക്കാൻ കൂടി വേണ്ടിട്ടാ ഞാനും അമ്മി നാട്ടിലേക്ക് വന്നത്. നമുക്കത് ഉടനെ തന്നെ സംസാരിക്കാം. ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും കൂടി അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് വരാം. ശരി മക്കളെ, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ. ശരി വാ അമ്മേ. മുത്തശ്ശി ശരിയമ്മേ, ശരിയമ്മേ, കാണാം. സൂക്ഷിക്കണേ. എന്തായാലും ഇന്ദ്രൻ മോന് ഡ്രസ്സ് കൊണ്ട് കൊടുത്തത് നന്നായി. അനുപമ അതൊക്കെ എപ്പോഴും ഓർത്തു വയ്ക്കും. അവൾ ആ സാരി വേണ്ടെന്ന് പറഞ്ഞൊന്നും കാര്യാക്കണ്ട ഇന്ദ്ര. അനുപമയ്ക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകാനൊന്നും പറ്റില്ല. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിചാരിച്ചത്. പണ്ടൊക്കെ ഞാൻ ഇറക്കി വിട്ടാലും അവൾ തിരിച്ചു വരുമായിരുന്നല്ലോ. ഇനി അവള് വരും. നമ്മൾ അനുപമയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. ഇത് കഴിക്കും. എന്റെ പൊന്ന് രവിയേട്ടാ, രവിയേട്ടൻ ഇന്ദ്രനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ? അനുപമയുടെ പേര് പോലും ഓർക്കാതിരിക്കാനാ ഇന്ദ്രൻ അമ്മയോടൊപ്പം ഇങ്ങോട്ട് വന്നത്. അതിന് അനുപമയുടെ കാര്യം ആദ്യം എൻ്റെ അടുത്ത് ഇന്ദ്രനാ പറഞ്ഞു തുടങ്ങിയത്, അല്ലാതെ ഞാനൊന്നും അല്ല. അല്ലേ ഇന്ദ്ര? അതെ. വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചിട്ടിരിക്കുമ്പോ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ? മിണ്ടാതിരുന്ന ഉറക്കം വരും. ഉറക്കം വരാതിരിക്കാന് ഈ കട്ടൻ ചായ. നിങ്ങൾ ഏത് വിഷയം സംസാരിച്ചാലും സന്തോഷത്തോടെ ഇവിടുന്ന് തിരിച്ചു പോണം. എനിക്കത്രേ ഉള്ളൂ.